ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് പ്രിപ്പറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം കേട്ടോ. ഞാനൊരു ഒരു മിനി വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടൊരു വലിയൊരു വ്ളോഗ് ഇട്ടിരിക്കണമെന്ന്. ആ ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മെയിൻ പർച്ചേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇത്താത്തമാർക്കും അവരെ മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കുക അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ വന്നത് ഇപ്പം അടുത്ത് ഓപ്പൺ ആയിട്ടുള്ളൂ. നമ്മൾ തിരൂർ ബാസിത്തിൻ്റെ വേറൊരു ഷോറൂം. നമ്മൾ അങ്ങോട്ടാണ് ഫസ്റ്റ് വന്നത്. അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ. അവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, പാർട്ടി വെയറിലൊക്കെ. അതുപോലെ നമ്മൾ കട്ട് പീസൊക്കെ നമ്മൾ നോക്കി. അതൊക്കെ നല്ല അടിപൊളി പീസുകളുണ്ട് കേട്ടോ. അവിടെ നമുക്ക് പാർട്ടിക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. അത് നമ്മൾ നോക്കി. അത് നമ്മൾ വീണ്ടും വേറൊരു ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്കൊന്ന് സെറ്റായിട്ട് നമ്മൾ താത്താൻ്റെ മോനാട്ടോ. അവനിങ്ങനെ അവിടെ ഒരു ഭാഗത്തിരിക്കുകയാണ്. അങ്ങനെ താത്താനെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു എനിക്ക് ജസ്റ്റ് നോക്കാമെന്ന്. ബട്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു ഡേയിൽ എടുക്കുന്നില്ല കേട്ടോ, വെറുതെ ജസ്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മുന്നേ ഓപ്പൺ ആയിട്ടുള്ള ഒരു ബ്രൈഡലിൻ്റെ ഒരു ഷോപ്പാട്ടോ. ഒരുപാട് നല്ല ഹെവി കളക്ഷനിലൊക്കെ നല്ല ഒരുപാട് ബ്രൈഡൽ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സാരീൻ്റെ സെക്ഷനിലേക്ക് പോയി. താത്താർ അങ്ങനെ കുറേ ചുരിദാറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തരുന്നു. പിന്നെ സാരിമൊക്കെ എത്തി ലാസ്റ്റ്. അങ്ങനെ അവർക്ക് അവിടെ ഒരു സാരി കണ്ടപ്പോൾ ഇഷ്ടമായിട്ടോ, ഈ ഒരു പിങ്ക് ടച്ച് വരുന്നത്. അപ്പോൾ അവരിങ്ങനെ അതിനെക്കുറിച്ചിട്ട് ചർച്ചാ വിഷയം ചെയ്യായിരുന്നു. വേണോ, എന്താണ് ഇങ്ങനത്തെ ഈ ഒരു ക്ലോത്ത് എന്താണ് ഒക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ അവർ നമുക്ക് ട്രയൽ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമുക്ക് എടുത്തു തന്നു കേട്ടോ. അങ്ങനെ താത്ത അത് ചുറ്റി നോക്കുകയാണ്. അവർ പറഞ്ഞു നമുക്ക് എടുത്തുതരാം, അപ്പോൾ നമുക്ക് കംഫർട്ടാണെങ്കിൽ ഓക്കെ ആക്കാമല്ലോ. അങ്ങനെ പിന്നെ ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചു. നമ്മൾക്ക് താത്താൻ്റെ മക്കൾക്ക് കട്ട് പീസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ ഡേൻ്റെ ഏകദേശം ഒരു ഹാഫ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി എനിക്ക് സെറ്റാക്കാനും ഇനി ഉണ്ടായിലേക്ക് സെറ്റാകാൻ. അങ്ങനെ പിന്നെ ഇത് അടുത്ത ദിവസം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ദിവസം എനിക്ക് ഡ്രസ്സ് സെറ്റാകുമ്പോൾ മെയിനായിട്ട് വരുന്നത് 2 ഫങ്ഷൻസാണ്. ഒന്ന് വെഡ്ഡിങ് ഡേയും ഒന്ന് റിസപ്ഷനും. നമ്മൾ വെഡ്ഡിങ് ഡേക്ക് എന്താ നോക്കുന്നത്, റെൻറ്റാണ്. ഇത് നമ്മൾ എപ്പോഴും വരാറുള്ളൊരു ഷോപ്പാട്ടോ. തിരൂർ എക്സ്പ്രസ് മാളിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ബ്രൈഡലിൻ്റെ റെൻ്റൽ ഷോപ്പ് വരുന്നത്. നമ്മളിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ ഇവിടുത്തെ താത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എന്തൊരു ഫങ്ഷൻസ് വന്നാലും നമ്മൾ ഓർണമെൻറ്റ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടാട്ടോ റെൻറ്റിന് വരാറ്. അപ്പോൾ എനിക്കിഷ്ടമായിട്ട് തോന്നുന്ന ഓരോ ഡ്രസ്സും ഞാനിങ്ങനെ ട്രയൽ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്കിതിന്നൊന്നും ഇഷ്ടമായി. അപ്പോൾ നമ്മളതൊന്നും ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചിട്ടോ. കളറ് ഭയങ്കര അടിപൊളി കളറ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മളതൊക്കെ ഇങ്ങനെ ഇട്ട് കുറച്ച് നേരം ഇട്ടിട്ടൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു നിക്കാഹ് വരുന്നുണ്ട് കേട്ടോ, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ. അപ്പോൾ അതിനെടുത്ത ഡ്രസ്സൊക്കെ നമുക്ക് ഒന്ന് ഇയറിങ്സും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ തന്നെ വേറെ ലെഹങ്കാസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അത് ട്രയൽ ചെയ്ത് നോക്കും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പേജ് നമുക്ക് അടിയിൽ ഞാൻ മെൻഷൻ ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞങ്ങളെപ്പോഴും വരാറ് ഈ ഒരു ഷോപ്പിലാണ്. നമുക്ക് റെൻറ്റലിന് എടുക്കാണ്ടോ ഞങ്ങളെപ്പോഴും ഇങ്ങോട്ട് തന്നെ വരാറ് കേട്ടോ. ഞാൻ ഇവരെ പേജ് എന്തായാലും മെൻഷൻ ചെയ്യാം അടിയിൽ. അതൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് നമ്മൾ ഷോപ്പിങ്ങൊക്കെ സെറ്റായിട്ടോ. അത് പിന്നെ നമുക്കൊന്ന് സാലോണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതായത് നമ്മളെ വെഡ്ഡിങ്ങിനോട് ബേസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന ഫുൾ വീഡിയോസ് മാരേജ്